ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ റിജേച്ചിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണിത്, ലോങ് വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സലാഡ്, അച്ചാർ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഡാൽഡ ഒഴിച്ചിട്ട് അതിലേക്ക് ചൂടായതിനു ശേഷം നമ്മൾ ഉള്ളി ഇട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ കുറേ പൊടികളെല്ലാം ഇല്ലേ, അതൊക്കെ ചേർത്തിട്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ കുഞ്ഞൂസ് ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടായിന്, എന്ത് ഇവരാക്കുന്നത്, ഓനൊന്നും തിരിയുന്നേയില്ല ഇവിടെ ഇങ്ങനെ ആക്കുന്നതൊന്നും കണ്ടിട്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അരിയെല്ലാം നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ, അതിൻ്റെ വെള്ളം ഊറ്റാനൊക്കെ വെച്ചു. പിന്നെ അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തത്. അങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായി മൂടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം കുറച്ചൊരു തിള വരുമ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. അത് ചോറിങ്ങനെ കട്ട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞതിന് ശേഷം കുഞ്ഞുസിയുടെ ക്യാരറ്റ് അവിടെ വെച്ചതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് സമയം തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു. പിന്നെ തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. നമ്മുടെ ജീരകശാലയാണ് അരി എടുക്കുന്നത്. നിങ്ങൾ ഏതാ അരിയാണോ വെക്കുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും വെക്കുന്നുണ്ടെങ്കിൽ ജീരകശാല അരിയാണ് വെക്കുന്നത്. പിന്നെ അച്ഛൻ അരി ഇടുമ്പോൾ റിജേച്ചി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ കട്ട അതിനനുസരിച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ നന്നായി ഒന്ന് എല്ലാ അരി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായി വേവാൻ വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടായത് ലാസ്റ്റ് അതിലേക്ക് ഒഴിച്ചു. പിന്നെ കുഞ്ഞൂസ് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നവനൊന്നും തിരിയുന്നേയില്ല. ലാസ്റ്റ് ചോറിന് നന്നായി വെള്ളമാറിയതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു അച്ഛൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്ന പറഞ്ഞിട്ട് പേടിയായിക്കൊണ്ടുണ്ടായിന്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നെയ്ച്ചോറ് സെറ്റായി. അങ്ങനെ നെയ്ച്ചോറ് ദമ്മിട്ടു. അതിനുശേഷം ചിക്കൻ കറിയുടെ പരിപാടി. ഞാൻ കുഞ്ഞൂസിന് ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ചേരുമ്പോൾ ഇവിടെ ചിക്കൻ ഇട്ടിട്ടായി. ആദ്യം തന്നെ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി, കറിവേപ്പില അതൊക്കെ ഇട്ടു. അതൊക്കെ ഒന്ന് നന്നായി മൂത്തതിന് ശേഷം ഇവിടെ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്ക് ആദ്യം ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് അരപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരപ്പെല്ലാം ഒഴിച്ച് നന്നായി ഫ്രൈ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിലാണ് കറി വെക്കുന്നത്. അങ്ങനെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ റിജേച്ചിയാണ് അച്ഛൻ്റെ ഹെൽപ്പർ. അപ്പോൾ റിജേച്ചി 2ാം പാൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഒഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് സമയം അത് തിളക്കോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ. പിന്നെ അതിന് ഉപ്പെല്ലാം പറ്റിയൊന്ന് നേരെ നോക്കി. പിന്നെ 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ കറി വെക്കുന്നതെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറേ ടൈപ്പിൽ കറി വെക്കും. ചിക്കൻ കറി വറവാക്കും, പിന്നെ തേങ്ങാപ്പാൽ വെക്കും, പിന്നെ മുളകിൽ തന്നെ വെക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ നെയ്ച്ചോറിലിടാനില്ലേ സാധനമൊക്കെ റെഡിയാകും. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചിക്കൻ കറി റെഡി ആയതിനു ശേഷം റിജേച്ചി അതിലേക്ക് മല്ലിച്ചപ്പ് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫസ്റ്റേ വറുത്ത് വെച്ചു. പിന്നെ മുന്തിരിയെല്ലാം വറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മല്ലിച്ചപ്പൊക്കെ അതിലിട്ട് നല്ല സെറ്റാക്കി വെച്ച് കറി അവിടെ വാങ്ങി വെച്ചു. പിന്നെ കറി ആക്കിയതിന് ശേഷം നമ്മൾ ചിക്കനാണ് പൊരിച്ചത്. അതിനുശേഷം മുന്തിരിയൊക്കെ നന്നായി ഒന്ന് ഇങ്ങനെ പൊന്തി വന്നതിന് ശേഷം ഞാൻ ഉള്ളി എടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. ഫസ്റ്റ് അച്ഛനാണ് വഴറ്റിക്കൊണ്ടുണ്ടായത്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിന്.
പിന്നെ ഞാൻ തന്നെ വഴറ്റാൻ തുടങ്ങി. പിന്നെ ചിക്കൻ കറിയിൽ മല്ലിച്ചപ്പെല്ലാം ഇട്ടെടുത്ത് ഞാൻ ഒരു ചേച്ചി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അതായതിനു ശേഷം നമ്മുടെ ചിക്കൻ പൊരിക്കാനുള്ള എണ്ണ വെച്ചു. അപ്പം തന്നെ നമ്മൾ ഉള്ളി നന്നായി ഒന്ന് മൊരിഞ്ഞ് കിട്ടി. പിന്നെ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കനെല്ലാം നല്ല ഫ്രൈ ആക്കി എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അതൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് ഇങ്ങനെ ഒന്ന് നല്ല സെറ്റാക്കി വെച്ചു. അതെല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ ചോറ് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.